പിന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഒരിക്കലും ഇത് മുഴുവനായിട്ട് കാണാതെ പോകരുത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മുടെ കുട്ടികള് മദ്രസകളിലേക്ക് ബൈക്കിലും സ്കൂട്ടിയിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ അടുത്ത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു മദ്രസയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനും കാരണം. മദ്രസയിലേക്ക് ഒരു കുട്ടി സ്കൂട്ടിയുമായി വരികയും അത് പോലീസ് കാണാൻ ഇടയാവുകയും ആ കുട്ടിയെയും സ്കൂട്ടിയെയും പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് രക്ഷിതാവിനെ വിളിപ്പിച്ച് നല്ലൊരു സംഖ്യ ഫൈൻ അടപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് പരമാവധി രക്ഷിതാക്കള് കുട്ടികളെ മദ്രസയിൽ കൊണ്ടുവിടുന്നതായിരിക്കും നല്ലത്. ഇതുമായിട്ട് ഉണ്ടാവുന്ന വലിയൊരു ഭവിഷ്യത്താണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് ഒരു കുട്ടി ഒരു വാഹനവുമായിട്ട് മദ്രസയിൽ പോയി കഴിഞ്ഞാൽ, മദ്രസ ആയിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ, പോയി കഴിഞ്ഞാല് അവിടെ ചെന്ന് കഴിഞ്ഞാല് വേറെ ഉള്ള കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരും ചിന്തിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും ഇരുചക്ര വാഹനങ്ങൾ ഇല്ലാത്ത വീടുകൾ പരമാവധി കമ്മിയാണ്. അപ്പോ അവരും പോയിട്ട് വീട്ടിൽ പോയിട്ട് വാശി പിടിക്കും വാഹനത്തിൽ പോണെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ ഒരു കുട്ടി സ്കൂട്ടിയുമായിട്ട് മദ്രസയിൽ വന്നു കഴിഞ്ഞാൽ അവനക്ക് എന്തായാലും 2 കൂട്ടുകാരുണ്ടാവും. അവര് 3 പേരും കൂടെ ചേർന്നിട്ട് ആ വാഹനത്തിൽ സഞ്ചരിക്കുക. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇത് കാണുന്ന വാഹനം ഓടിക്കുന്ന ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ മക്കളെ എന്നോട് ദേഷ്യപ്പെടല്ലേ. നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ നല്ലതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മദ്രസിന്റെ കാര്യം മാത്രമല്ലേ പറയണേ, സ്കൂളിൽ പോണ കുട്ടികളാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക. പരമാവധി രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് ഫൈനുകളിൽ നിന്നും ഒരുപാട് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും.